മതരഹിതരായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോക വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മതവിശ്വാസികളെ പോലെ അവർക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ എന്തെങ്കിലും ചാരിറ്റി പോലെയുള്ള കാര്യങ്ങളിൽ അവർ ഉണ്ടാവില്ല എന്നുള്ളത് കേവലമായ നമ്മുടെ ഒരു ആരോപണം അല്ല എന്നുള്ളതാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്. അത് വളരെ കൃത്യമായി അവർ വിശദീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർ വളരെ കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ ഒരു നയമാണ് എന്നുള്ളതാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ യുക്തിവാദിയായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ള നാസ്തികനായിട്ടുള്ള ഒരു വ്യക്തി നമ്മളിങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ട് അവർക്ക് 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, കേരള ഫ്ലഡ് ഉണ്ടായപ്പോ അവസാനം പൊതുവെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെയുള്ള മതവിശ്വാസികളും മതസംഘടനകളും സാമുദായിക സംഘടനകളൊക്കെ ഓടിച്ചാടി അവിടെ എത്തുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇവരാണ് മറുഭാഗത്ത് നിന്ന് എവിടെ നിങ്ങളുടെ ദൈവം, എവിടെ നിങ്ങളുടെ പടച്ചോൻ എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങനെയൊക്കെ ഇത്തരത്തിൽ വലിയ ശാസ്ത്രം പറയുന്ന, അല്ലെങ്കിൽ മാനവികത പറയുന്ന നിങ്ങളല്ലേ ശരിക്കും ഇത്തരം പ്രവർത്തനങ്ങളുടെ മുന്നിൽ വേണ്ടത്, നിങ്ങൾ മാനവികത ഇല്ല എന്ന് പറയുന്ന മതവിശ്വാസികളാണല്ലോ ഇതിന്റെയൊക്കെ ഏറ്റവും മുന്നിൽ എന്ന ചോദ്യം തീരെ ഒരു നിലക്കും അഡ്രസ് ചെയ്യാൻ പറ്റാതെ അവസാനം ഇവർ എസൻസിന്റെ ഒരു റിലീഫ് ഫണ്ട് ഇറക്കുകയാണ്. റിലീഫ് ഫണ്ടിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, പിന്നെ പണം സ്വരൂപിക്കുകയാണ്. അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ പോലും അവർ അവരുടെ ആശയം കൃത്യമായി തന്നെ വിശദീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം പൊതുവിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറില്ല. അതിനുള്ള വിഭവശേഷിയും മാനവീയശേഷിയും ഇല്ലാത്തത് മാത്രമല്ല കാരണം, യുക്തിവാദികൾ കുറവായതുകൊണ്ട് എന്നും വിചാരിക്കാൻ പറ്റൂല. ചാരിറ്റി എന്ന ആശയത്തോട് തന്നെ ഫലത്തിൽ യോജിപ്പില്ല. ഞാൻ പറയുന്നത് ഇത് ആദ്യം തന്നെ ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇത് നമ്മൾ കേവലമായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം പറയാണ്, നമുക്ക് അങ്ങോട്ട് പിന്നെ എന്താ പറയാ യുക്തിവാദികളെ എതിർക്കണം, മതരഹിതരായ ആളുകളെ എതിർക്കണം, മതത്തിനെ കുറച്ച് നല്ലത് പറയണം എന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പിന്നെ ആരോപിക്കുന്ന ഒരു കാര്യമായി ആരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ചാരിറ്റി എന്ന ആശയത്തോട് ഫലത്തിൽ യോജിപ്പില്ല, ആ ആശയത്തോട് തന്നെ യോജിപ്പില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഖുർആനിലെ ഒരു സൂറത്ത് തന്നെയാണ്. പിന്നെ മതത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ, മതത്തെ കളവാക്കുക, മത നിഷേധി എന്നുള്ളതിനോട് നേരെ ചേർത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള ചാരിറ്റിയെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരോപകാരങ്ങളെ അതിനെ എതിർക്കുന്നവർ എന്നുള്ളതാണ്. അത് ഖുർആനിൽ പറഞ്ഞ അതേ കാര്യം നമുക്ക് അതേപോലെ തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് പിന്നെ ചേർത്ത് പറയുന്നു എന്ന് മാത്രം. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് ഇവരുടെ ആശയം തന്നെയാണ്. ചാരിറ്റി എന്ന് പറയുന്നത് ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ആശയത്തോട് തന്നെ ഫലത്തിൽ വിയോജിപ്പാണ് എന്നുള്ളതൊക്കെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു ആദർശമായി തന്നെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.